സോ ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 21 to 25 ഈച്ച് ക്യാരീസ് പോസ്റ്റ് കോഴ്സ്. അപ്പോൾ 21 മുതൽ 25 വരെയുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി, ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം യൂസിങ് എ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്താണെന്നൊന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാനൊരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതാണൊരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, അല്ലെങ്കിൽ ഇതൊരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാണ്. സോ ഈ ഡയഗ്രാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഇവിടെ കറൻസിയുടെ സപ്ലൈ കാണാൻ പറ്റും, അതുപോലെ തന്നെ കറൻസിയുടെ ഡിമാൻഡും കാണിക്കാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് കാണിക്കും. റെഡി അല്ലേ? അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റെഡി, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. സോ ഇവിടെ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. സോ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ആൻഡ് സപ്ലൈ. അതായത് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈയുടെ ഫോഴ്സസ് അനുസരിച്ചിട്ടാണ് ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് മാർക്കറ്റ് തന്നെ വർക്കിംഗ് ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വർക്കിംഗ് ആവുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ. കൺട്രീസ് ഹാവ് ഹാഡ് flexible exchange rate system ever since the breakdown of the Bretton Woods system in the early 1970s. Prior to that, most of the countries had fixed or what is called a pegged exchange rate. അതായത് 1970 മുമ്പ് വരെയൊക്കെ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഒരു പെഗ്ഡ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇൻ വിച്ച് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് പെഗ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ ലെവൽ. Sometimes a distinction is made between the fixed and pegged exchange rate. അതൊരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഫിക്സ്ഡ് ആയിട്ടും അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയില്ലേ ഫ്ലെക്സിബിൾ, ഫ്ലോട്ടിംഗ്, വിച്ച് എഫക്റ്റഡ് ബൈ ദ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കുക എന്താണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഇതെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് ഈസ് ദ റേറ്റ് ഈസ് ഡിറ്റർമൈൻ. റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ ഫോഴ്സസ് ആണ് അതിൻ്റെ എന്ത് തീരുമാനിക്കുന്നത്, അതിൻ്റെ ആ ഒരു റേറ്റ് തീരുമാനിക്കുന്നത് അതിൻ്റെ ആ ഒരു മാർക്കറ്റിലെ ഡിമാൻഡിനെയും സപ്ലൈൻ്റെയും ഫോഴ്സസിനനുസരിച്ചിട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്കൊരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ എ സിസ്റ്റം ഓഫ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇൻ എ കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ സിസ്റ്റം ദ സെൻട്രൽ ബാങ്ക്സ് ഫോളോസ് എ സിമ്പിൾ സെറ്റ് ഓഫ് റൂൾസ്. സോ ദേ ഡു നത്തിങ് ടു ഡയറക്ട്ലി എഫക്ട് ദ ലെവൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഗവൺമെൻറ് എക്സ്ചേഞ്ച് റേറ്റിനെ ഡയറക്റ്റായിട്ട് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്സ് ഇടാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വേരിയേഷൻസ് ഒന്നും കൊണ്ടുവരാൻ നോക്കാറില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ അതർ വേർഡ്സ് ദേ ഡു നോട്ട് ഇന്റർവീൻ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, therefore there is no official reserve transactions. Completely the exchange rate is fixed by or which is determined by the market forces of ഏതൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സുകളായിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈ ആണ് മെയിൻലി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷന് വഴിവെക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 22ാമത്തെ ചോദ്യമാണ്, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 4 പോയിന്റെങ്കിലും ആ കുറിപ്പിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ടത് നമുക്ക് നോക്കാം. മാക്രോ എക്കണോമിക്സ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് എമേർജ്ഡ് ആഫ്റ്റർ ദ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ജോൺ മേനാർഡ് കെയ്ൻസ് J.M. Keynes published his celebrated book The General Theory of Employment, Interest and Money in 1936.
ഓക്കെ, അതായത് മാക്രോ എക്കണോമിക്സിന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് തന്നെ ആവിർഭാവിച്ചത് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജെയിം കെയ്ൻസ്. അദ്ദേഹത്തിൻ്റെ അത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞത്. അത് 1936 പബ്ലിഷ് ചെയ്തത്. The dominant thinking in economics before Keynes was that the laborers who are ready to work will find employment and all the factories will be working at their full capacity. അതായത് ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അതായത് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് തീർച്ചയായും ജോലി കിട്ടുകയും എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയും അതുവഴി ഫാക്ടറീസൊക്കെ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു ക്ലാസിക്കൽ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് നോൺ ആസ് ക്ലാസിക്കൽ ട്രഡീഷൻ. ഹൗവർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 and the subsequent years saw the output and employment levels in the countries of the Europe and North America fall by huge amounts. അതായത് ഒരു 1929 അതിന് ശേഷവും ഡിപ്രഷൻ പീരീഡ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു സിദ്ധാന്തം വർക്കായില്ല. അതായത് ആളുകൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിലും അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ രാജ്യവും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ളൊരു ഡിപ്രഷൻ കണ്ടീഷനിലായിരുന്നു. സോ ഇറ്റ് അഫക്റ്റഡ് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് ആസ് എ വെൽ. ലോകത്തെ മൊത്തത്തിൽ അതൊന്ന് ഉലച്ചിട്ടുണ്ടായിരുന്നു. സോ ദീസ് ഇവൻറ്റ്സ് മെയ്ഡ് എക്കണോമിസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി ഇൻ എ ന്യൂ വേ. സോ ഒരു പുതിയ രീതിയിൽ അവർ കാര്യങ്ങൾ, അതായത് എക്കണോമിസ്റ്റുകൾ പുതിയ രീതിയിൽ എക്കോണമിയുടെ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദ ഫാക്ട് ദാറ്റ് ദ എക്കോണമി മേ ഹാവ് ലോങ് ലാസ്റ്റിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് ഹാഡ് ടു ബി തിയറൈസ്ഡ് അബൌട്ട് ആൻഡ് എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലോങ് ലാസ്റ്റിംഗ് അൺഎംപ്ലോയ്മെൻറ്റ് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് റിയലൈസ് ചെയ്യാനും അത് ഒരു തിയറി ആയിട്ട് അവതരിപ്പിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചു. ജെയിം കെയ്ൻസിൻ്റെ ബുക്കാണ് അതിലേക്കൊരു അറ്റംപ്റ്റും ആ ഒരു രീതിയിലേക്കുള്ളൊരു ദിശാബോധവും നൽകിയിട്ടുണ്ട്. അതായത് ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്, ആളുകൾക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, ദേ റെഡി ഫോർ വർക്ക്, ബട്ട് അതുകൊണ്ട് മാത്രം എംപ്ലോയ്മെൻറ്റ് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അൺലൈക്ക് ഹിസ് predecessors, his approach was examine working of the economy in its entirety and examine the interdependence of the different sectors. അതായത് മറ്റ് പല സെക്ടറുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് ഇരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ വരുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോൾ ജെയിം കെയ്ൻസ് ആണ് ഈ ഒരു ക്ലാസിക്കൽ സിദ്ധാന്തം ശരിയല്ല, അതിന് ചില തരത്തിലുള്ള ഡ്രോബാക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഡിപ്രഷന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ദാറ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുസ്തകം, അതിൻ്റെ ഒരു പൊതു സിദ്ധാന്തമാണ് ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു പഠന വിഷയത്തിലേക്ക് തന്നെയുള്ള ഒരു അടിത്തറ പാകിയത്. അങ്ങനെയാണ് ഇതൊരു പ്രത്യേക ശാഖയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒത്തിരി മേഖലകൾ അത് പറയുന്നുണ്ട്. നമ്മുടെ നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, മോണിറ്ററി ആയിട്ട്, അതായത് അതിൻ്റെ സ്കോപ്പ് പറയുകയാണെങ്കിൽ നാഷണൽ ഇൻകം വരുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ്, മോണിറ്ററി തിയറി, ജനറൽ പ്രൈസ് ലെവൽ, ബിസിനസ് സൈക്കിൾ, എക്കണോമിക് ഗ്രോത്ത്, മാക്രോ ഡിസ്ട്രിബ്യൂഷൻ തിയറി, ഇൻ്റർനാഷണൽ തിയറി, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ അഗ്രിഗേറ്റ് എക്കണോമിക് വേരിയബിൾസ് ഓഫ് ദ എക്കോണമിയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ടേക്സ് ഇൻ ടു അക്കൗണ്ട് വേരിയസ് ഇന്റർലിങ്കേജസ് വിച്ച് മേ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ആൻഡ് ദിസ് ഈസ് വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് ഇറ്റ്സ് ഫ്രം മൈക്രോ എക്കണോമിക്സ് വിച്ച് മോസ്റ്റ്ലി എക്സാമിൻ ദ ഫങ്ഷനിങ് ഓഫ് ദ പെർട്ടിക്കുലർ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഓക്കെ, ഓരോ എക്കോണമിയിലെ പെർട്ടിക്കുലർ സെക്ടേഴ്സിനെ കുറിച്ചിട്ട് അത് കൃത്യമായി എക്സാമിൻ ചെയ്യുന്നുണ്ട്. ദെൻ അസ്യൂമിങ് ദാറ്റ് ദ റെസ്റ്റ് ഓഫ് ദ എക്കോണമി റിമൈനിങ് ദ സെയിം. ആ സമയത്ത് ബാക്കിയുള്ള എക്കോണമിയൊക്കെ ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള അസംഷൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. സോ മാക്രോ എക്കണോമിക്സ് എമേർജ്ഡ് ആസ് എ സെപ്പറേറ്റ് സബ്ജക്റ്റ് ഓൺ 1930 ആസ് ഡ്യൂ ടു ജെയിം കെയ്ൻസ് ആൻഡ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ വിച്ച് ഡെൽറ്റ് എ ബ്ലോ ടു ദ എക്കോണമീസ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ഹാഡ് പ്രൊവൈഡഡ് കെയ്ൻസ് with the inspiration for his writings. Okay, in this book we shall mostly deal with the working of a capitalist economy, hence it may not be entirely able to capture the functioning of the developing country. Macroeconomics sees an economy as a combination of four sectors, namely households, firms, government and external sector.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ബ്രാഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം. ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ എക്കോണമി. ഒരു ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം ഗ്രാഫിൻ്റെ സഹായത്താൽ ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചിത്രീകരിക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ ഇലസ്ട്രേഷൻ ഓഫ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ എക്കോണമി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നന്നായിട്ട് നോക്കണേ. ഇവിടെ നമുക്ക് 2 സെക്ടേഴ്സ് ഉണ്ട്, ഫേമും ഹൗസ് ഹോൾഡ്. ഇങ്ങനെ ഒരു തന്നെ ഓക്കെ, ഇങ്ങനെ 2 സെക്ടേഴ്സാണുള്ളത്, ഫേമും ഹൗസ് ഹോൾഡും. റെഡി? സോ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹൗസ് ഹോൾഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഫേമിലേക്ക് പോകുന്നുണ്ട്, അതേ സമയത്ത് ഫേമിൽ നിന്ന് പല കാര്യങ്ങൾ ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതേ സമയത്ത് മുകളിൽ നിന്ന് നോക്കിക്കേ, ഹൗസ് ഹോൾഡ് ഈ ഫേമിൽ നിന്ന് പല കാര്യങ്ങൾ ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ഹൗസ് ഹോൾഡിൽ നിന്ന് പല കാര്യങ്ങൾ ഫേമിലേക്കും പോകുന്നുണ്ട്. ക്ലിയർ? സോ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫേമിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് എന്തൊക്കെ വേണം? ദാറ്റ് ഈസ് ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. അതൊക്കെ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ സർവീസസ്. ഓക്കെ, ദ ഹൗസ് ഹോൾഡ് ഓൺസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത്. സോ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് എന്തൊക്കെ പോകും? ലാൻഡ് പോകും, ലേബർ പോകും, ക്യാപിറ്റൽ പോകും, ഓർഗനൈസേഷൻ പോകും. അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ സർവീസസ്. കണ്ടോ, ഹൗസ് ഹോൾഡിൽ നിന്ന് ഈ ആരോ മാർക്ക് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഫേമിലേക്ക് പോകുന്നു. റെഡി? ഇനി ഈ ഫേമിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ഫാക്ടർ സർവീസസ് സ്വീകരിച്ചിട്ട് ഫേം ഹൗസ് ഹോൾഡിലേക്ക് എന്തൊക്കെയാണ് കൊടുക്കുക? ലാൻഡിന് എന്താ കൊടുക്കുക? ലാൻഡിന് റെന്റ് കൊടുക്കും, ലേബറിന് വേജ് കൊടുക്കും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ പേയ്മെന്റ് എന്ന് പറയുന്നത്. റെഡി? സോ ഫാക്ടർ സർവീസസ് ഫേമിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഫാക്ടർ പേയ്മെന്റ്സ് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകും. റെഡി അല്ലേ? അതൊരു സെക്ഷൻ. 2, ഫേമിലേക്ക് ഈ ഹൗസ് ഹോൾഡ് കൊടുത്തിട്ടുള്ള ഫാക്ടർ സർവീസ് ഉപയോഗിച്ച് ഫേം എന്തുണ്ടാക്കുന്നുണ്ട്? ഗുഡ്സും സർവീസസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആരിലേക്ക് പോകും? ഫേമിൽ നിന്ന് ഗുഡ്സും സർവീസസും ഹൗസ് ഹോൾഡിലേക്ക് പോകും. അപ്പോൾ ഇത് നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറില്ലേ, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ട്? യെസ്, അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ട് ഹായ് ശരി ബൈ ബൈ എന്നാണ് വീട്ടിൽ പോവാണോ? അല്ല, നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ഹൗസ് ഹോൾഡിൻ്റെ ഭാഗത്ത് നിന്ന് സ്പെൻഡിങ് ആയിട്ട് ഫേമിലേക്കും പോകുന്നുണ്ട്. ഈ രീതിയിലാണ് ഒരു എക്കോണമി വിത്ത് 2 സെക്ടർ എക്കോണമിയുടെ ഇൻകത്തിൻ്റെ ആ ഒരു സർക്കുലർ ഫ്ലോ ഈ രീതിയിലാണ് നടക്കുക. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് ഫാക്ടർ സർവീസസ് ആയിട്ടുള്ള എന്തൊക്കെ പോകുന്നുണ്ട്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിന് വേണ്ടിയിട്ട് ഫേം എന്ത് കൊടുക്കുന്നുണ്ട്? ഫാക്ടർ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? അതിൽ വരുന്നതാണ് ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? ഇനി ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് എന്ത് പോകുന്നുണ്ട്? ഗുഡ്സും സർവീസസും പോകുന്നുണ്ട്. അതിനുവേണ്ടി ഹൗസ് ഹോൾഡ് ഫേമിലേക്ക് സ്പെൻഡിങ്ങും ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്കതൊന്നൊരു നിങ്ങൾ എക്സാമിന് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ or interrelationship between the various sectors of the economy, and it is a concept associated with the income earning and spending. ഇൻകം ഏൺ ചെയ്യുന്നതും അതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതും എന്നാണ് കാണിച്ചു തരുന്ന ഒരു കോൺസെപ്റ്റാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സോ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ അസംഷൻസ്. ചില ധാരണകളുടെ പുറത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ആർ ദ ഓൺലി 2 സെക്ഷൻസ് ഇൻ ദ എക്കോണമി. ആകെ 2 എന്തേ ഉള്ളൂ സെക്ടേഴ്സ് ഉള്ളത്. അതിന് 2 സെക്ടർ മോഡൽ എന്ന് വിളിക്കാം. ആൻഡ് ഹൗസ് ഹോൾഡ് സപ്ലൈ ഫാക്ടർ സർവീസ് ടു ഫേം. ഹൗസ് ഹോൾഡ് ആണ് എന്ത് കൊടുക്കുന്നത്? ഫേംസിന് ഫാക്ടർ സർവീസസ് ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ കൊടുക്കുന്നത്. ഫേം ഇതെല്ലാം ഹൗസ് ഹോൾഡിൽ നിന്ന് ഹയർ ചെയ്യാണ് ചെയ്യുന്നത്. ഫേം ഹയർ ഫാക്ടർ സർവീസസ് ഫ്രം ദ ഹൗസ് ഹോൾഡ്. And household spends their entire income on consumption and thereby no savings are left with them.
ഹൗസ് ഹോൾഡ് കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, എൻറ്റയർ ഇൻകവും എവിടെ ചിലവാക്കുന്നുണ്ട്, കൺസംഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. അവിടെ എന്തില്ല, സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല. ഫേം സെൽസ് ദെയർ എൻറ്റയർ പ്രൊഡക്ട്സ് ടു ദ ഹൗസ് ഹോൾഡ്. ഫേം അവരുണ്ടാക്കുന്ന എൻറ്റയർ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസ് ഹോൾഡിന് സെൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ഇസ് നോ ഗവൺമെന്റ് ഇൻ ദ എക്കോണമി. ഈ എക്കോണമിയിൽ ആരില്ല, ഗവൺമെന്റ് ഇല്ല. The economy is not related to any other economies, or the economy is a closed system. As a result, there is no export or import from another country. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി അല്ല? അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണേ. ഓക്കെ, ഇൻ സച്ച് എൻ എക്കോണമി, ഈ എക്കോണമിയിൽ there would be two types of market. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫോർ ഗുഡ്സും സർവീസസും, ആൻഡ് ഫാക്ടർ മാർക്കറ്റ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് വേരിയസ് സെക്ടർ, വേരിയസ് ഫാക്ടർ സർവീസസ്. അപ്പോൾ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? ഇത് നിങ്ങൾ 4 മാർക്കിന് മാത്രമല്ല, അതിലും വലിയ മാർക്കിന് ചോദിക്കാനും നല്ല സാധ്യതയുണ്ട് കേട്ടോ. റെഡി അല്ലേ? സോ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 24ാമത്തെ ചോദ്യമാണ്, 4 മാർക്കിൻ്റെത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു മൈക്രോ എക്കണോമിക്സ് വേരിയബിൾ ആൻഡ് മാക്രോ എക്കണോമിക്സ് വേരിയബിൾ. അപ്പോൾ നമുക്ക് ആദ്യം മൈക്രോ എക്കണോമിക്സിനെ മാക്രോ എക്കണോമിക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് മെയിൻലി ഡീൽ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതായത് എക്കോണമിയിലെ സിംഗിൾ യൂണിറ്റ്സുമായിട്ടാണ് മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുക. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കോണമിയിലെ അഗ്രിഗേറ്റ്സ് ആണ്. അതായത് ടോട്ടൽ സപ്ലൈ, ടോട്ടൽ ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, അങ്ങനത്തെ അഗ്രിഗേറ്റ്സുമായിട്ടാണ് എന്ത് മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. പിന്നെ മൈക്രോ എക്കണോമിക്സിന് ഒരു ചെറിയ വേമിൻ്റെ ഐവ്യൂ പോലെയാണ്. അതായത് ഇറ്റ്സ് ലൈക്ക് എ വേംസ് ഐവ്യൂ. ഒരു ചെറിയൊരു പുഴു എങ്ങനെയാണോ അതിൻ്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കി കാണുന്നത്, അതുപോലെയാണ് മൈക്രോ എക്കണോമിക്സിൽ കാര്യങ്ങൾ നോക്കി കാണുന്നത്. ബിക്കോസ് അത് വളരെ എന്താണ്, നാരോ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് വെരി നാരോ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. എന്നാൽ മാക്രോ അങ്ങനെയല്ല. ഒരു പക്ഷി എങ്ങനെയാണോ ലോകത്തെ നോക്കി കാണുന്നത്, അത്രയും വൈഡാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അത്രയും വിശാലമായിട്ടാണ് അത് കാര്യങ്ങൾ നോക്കി കാണുന്നതും പഠിക്കുന്നതും. പിന്നെ മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. വളരെ പാർഷ്യലായിട്ടുള്ള, എന്താ പറയുക, പക്ഷഭേദം എന്നുള്ള ഒരു അർത്ഥമല്ല, നമ്മൾ പറയില്ല, ഭാഗികമായിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടല്ല നോക്കിക്കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് എ പാർഷ്യൽ ഇക്വിലിബ്രിയം. കംപ്ലീറ്റ് ഇക്വിലിബ്രിയം അനാലിസിസിൽ അത് നോക്കുന്നില്ല. ഓക്കെ, ഡീൽസ് വിത്ത് ഓൺലി പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് മാക്രോ. പിന്നെ മൈക്രോ എക്കണോമിക്സ് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് പ്രൈസ് തിയറി. പ്രൈസ് തിയറി എന്ന് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നത് ദാറ്റ് ഈസ് ഇൻകം തിയറി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് തിയറി എന്നൊക്കെ മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. പിന്നെ മൈക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന് ആൽഫ്രഡ് മാർഷലും മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന് JM കെയ്ൻസും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു 5 ഫീച്ചർ അല്ലെങ്കിൽ 5 ഡിഫറൻസ് അല്ലെങ്കിൽ 4 ഡിഫറൻസ് എങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതുന്നത് നന്നായിരിക്കും. മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു മീനിങ്ങും മാക്രോ എക്കണോമിക്സിൻ്റെ മീനിങ്ങും തുടക്കത്തിൽ എഴുതി വെക്കുന്നത് അത്രയും നല്ലതാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്കിതിൽ ഒന്നൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യാനുണ്ട്. അതായത് ഓരോ ടേം എടുത്ത് നോക്കാം. നിങ്ങൾ ആദ്യം ഹെഡിങ് എഴുതി കൊടുക്കുക. അതായത് മൈക്രോ മാക്രോ എന്ന് 2 ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൽ ഓരോന്ന് ഏതൊക്കെയാണ് വരാൻ നോക്കാം. സോഴ്സസ് ഓഫ് എൻ എക്കോണമി എന്നല്ലേ പറയുന്നത്. അപ്പോൾ എൻ എക്കോണമി എന്ന് പറയുമ്പോൾ എക്കോണമി ആസ് എ ഹോളാണ്. ഓക്കെ, അപ്പോൾ അത് ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിൽ വരും. ഔട്ട്പുട്ട് ഓഫ് എ ഫേം അല്ലേ പറയുന്നത്, എ ഫേം ആണ്. ഒരു ഫേമിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഏതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് മൊത്തം ആ എക്കോണമിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അത് മാക്രോ ആണ്. പിന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഡിവിജ്വൽ ആണ്, അതെന്താണ്? മൈക്രോ ആണ്. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് പഠിക്കാം. റെഡി അല്ലേ? മൈക്രോയും മാക്രോയും. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. നിങ്ങളുടെ ഈ ഒരു 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. അനലൈസ് പ്രൈസ് സീലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ പ്രൈസ് സീലിംഗ് എന്താണെന്ന് പറയാനാണ്. ഓക്കെ, ക്ലിയർ? നമുക്ക് നോക്കാം എന്താണ് പ്രൈസ് സീലിങ്ങിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഈ പ്രൈസ് സീലിങ്ങിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത് പ്രൈസ് സീലിങ്ങിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് പ്രൈസ് സീലിംഗ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഫിക്സേഷൻ ഓഫ് ദ മാക്സിമം പ്രൈസ് ആണ്. ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം പ്രൈസ് ആണ് പ്രൈസ് സീലിങ്ങിൽ നോക്കാം. അതെപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴെയായിട്ടായിരിക്കും എന്ത് വരിക?
ആ ഒരു പ്രൈസ് സീലിംഗിൽ ഉണ്ടാവുന്ന പ്രൈസ് എന്ന് പറയുക. ഇതെന്ന് വെച്ചാൽ നെസസറി ഗുഡ്സ് ആയിട്ടുള്ള വീറ്റ്, റൈസ്, കെറോസിൻ പോലെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്ട്സിൻ്റെ മുകളിലേക്കാണ് പൊതുവെ നെസസറി പ്രൊഡക്ട്സിൻ്റെ മുകളിലാണ് പ്രൈസ് സീലിംഗ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രൈസിനേക്കാൾ മുകളിലേക്ക് ഒരിക്കലും പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് ഇമ്പോസ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഓക്കെ, സോ കൺസ്യൂമേഴ്സിന് അവശ്യ സാധനങ്ങൾ വല്ലാണ്ട് വില കൂടി ഇടുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് അഫോർഡബിൾ ആവില്ല. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴ്ത്തിയിട്ടായിരിക്കും എന്ത് വയ്ക്കുക, പ്രൈസ് സീലിംഗ് വയ്ക്കുക. അത് മിക്കപ്പോഴും കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യും, അഫോർഡബിൾ ആണ്, റീസണബിൾ ആണ്, അവർക്കത് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് പ്രൈസ് സീലിങ്ങിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സപ്ലൈ, ഇതാണ് ഡിമാൻഡ്, അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ PE എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം, ഈ പോയിന്റ്. ഓക്കെ, സോ എപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ടല്ലോ, ഈ PE, അതിൻ്റെ താഴ്ഭാഗത്തായിട്ടായിരിക്കും ഫിക്സ് ചെയ്യുക, പ്രൈസ് സീലിങ്ങിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുക. ക്ലിയർ അല്ലേ? നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു മീനിങ്ങും കൂടി ഒന്ന് നോക്കാം. പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ അത് ഈ ഒരു കേസിൽ ഗവൺമെൻറ് ഫിക്സസ് എ മാക്സിമം അലവബിൾ പ്രൈസസ് ഓഫ് സർട്ടൻ ഗുഡ്സ്. ദ ഗവൺമെൻറ് ഇമ്പോസ്ഡ് അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൈസ് സീലിംഗ്. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുഡിൻ്റെ ഏറ്റവും മാക്സിമം പ്രൈസ്, അലവബിൾ ആയിട്ടുള്ള മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കാം, പ്രൈസ് സീലിംഗ് എന്ന് വിളിക്കാം. പ്രൈസ് സീലിംഗ് ഈസ് ജനറലി ഇമ്പോസ്ഡ് ഓൺ നെസസറി ഐറ്റംസ് ലൈക്ക് വീറ്റ്, റൈസ്, കെറോസിൻ, ഷുഗർ ആൻഡ്, അതായത് പൊതുവേ അവശ്യ സാധനങ്ങളായിട്ടുള്ള റൈസ്, കെറോസിൻ, ഷുഗർ, വീറ്റ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിന് മുകളിലാണ് പ്രൈസ് സീലിംഗ് ചെയ്യാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബിലോ ദ മാർക്കറ്റ് ഡിറ്റർമൈൻഡ് പ്രൈസ്. അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴ്ഭാഗത്തായിട്ടായിരിക്കും അത് ഫിക്സ് ചെയ്യാം. സിൻസ് ദ മാർക്കറ്റ് ഡിറ്റർമൈൻഡ് പ്രൈസ്, സം സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ദീസ് പ്രൊഡക്ട്സ്. അതായത് എപ്പോഴും ആ ഒരു പ്രൈസ് എല്ലാവർക്കും അത്ര വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതാണ് പ്രൈസ് സീലിങ്ങിൽ, ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു പോയിൻ്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലുള്ള പ്രൈസിൽ സാധനങ്ങൾ എല്ലാവർക്കും ഒരേ സമയത്ത് അഫോർഡബിൾ ആയിരിക്കില്ല. നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കില്ല ഈ ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പം അതിന് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള അല്ലാത്ത ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴ്ന്ന ഒരു പ്രൈസ് ആയിരിക്കും പ്രൈസ് സീലിങ്ങിൽ ഫിക്സ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടതെന്നുള്ള കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഏത് മാർക്കിൻ്റെ ആണെങ്കിലും ആ മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഓക്കെ, അതായത് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നോ അതുപോലെയല്ല ഒരു 3 മാർക്കിന് 4 മാർക്കിന് എഴുതേണ്ടത്. ജസ്റ്റ് ക്ലിയർ കട്ട് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതാം, എക്സ്പ്ലനേഷൻ വേണ്ടെടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡയഗ്രാം വേണ്ടെടുത്ത് ഡയഗ്രാം വരയ്ക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എപ്പോഴും ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലനേഷൻ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും എഴുതുന്നതിനോടുള്ള ഒരു ക്ലാരിറ്റി നല്ല രീതിയിൽ ഉണ്ടായി വരും. സോ നിങ്ങൾക്ക് എക്കണോമിക്സ്, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിലാണ് ഞാനിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.